പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. അവരെ സൽസ്വഭാവമുള്ളവരും സാമൂഹിക അവബോധവും ബുദ്ധിശക്തിയും ഉള്ളവരുമൊക്കെ ആക്കി തീർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് പാരൻറ്റിങ് രീതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പാരൻറ്റിങ് എന്നതൊരു കലയാണ്. ഒരുപാട് അനുഭവങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നുപോയി വളരെ ക്ഷമയോടെ പഠിച്ചെടുക്കേണ്ട ഒന്നാണത്. നമുക്ക് വിവിധതരം പാരൻറ്റിങ് ശൈലികളും അവ കുട്ടികളിലുണ്ടാക്കുന്ന അനന്തരഫലങ്ങളും പരിചയപ്പെടാം. ഇതിൽ നിന്ന് നമ്മൾ ഏത് തരത്തിലുള്ള രക്ഷിതാവാണെന്ന് സ്വയം നിരീക്ഷിക്കുകയും തിരിച്ചറിയുകയും സ്വയം പുതുക്കലിന് വിധേയമാവുകയും അവബോധം സൃഷ്ടിക്കുകയുമാവാം. ഒന്നാമത്തെ പാരൻറ്റിങ്, കർക്കശക്കാരായ രക്ഷിതാക്കൾ. അതോറിറ്റേറിയൻ അല്ലെങ്കിൽ ടൈഗർ പാരൻറ്റിങ് എന്ന് പറയും. ഇത് പറയുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. രക്ഷിതാക്കൾ നിയമങ്ങൾ സെറ്റ് ചെയ്യുകയും മക്കൾ അതനുസരിച്ച് ജീവിക്കുകയും വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണോ നിങ്ങൾ? മക്കളുടെ കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കുകയും മക്കളോട് അതിൻ്റെ ഒരു കാരണവും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യാറുണ്ടോ? ഇത് രണ്ടിനും അതെ എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ ടൈഗർ പാരന്റ് അഥവാ കർക്കശക്കാരനായ രക്ഷിതാവാണെന്ന് പറയാം. ഇത്തരം പാരന്റിങ് ശൈലിയുള്ളവർക്ക് അവരുടെ കുട്ടികളുടെ മേൽ ആവശ്യത്തിൽ കൂടുതൽ പ്രതീക്ഷ കാണപ്പെടാറുണ്ട്. പഠിത്തത്തിലും മറ്റു കാര്യങ്ങളിലും കുട്ടികൾ എപ്പോഴും ഒന്നാമതായിരിക്കണം എന്ന മാനസികാവസ്ഥയാണ് ഇവർക്കുണ്ടാകുന്നത്. അതിനായി അവർ കുട്ടികളോട് വളരെ കാർക്കശ്യത്തോടെ പെരുമാറുകയും കുട്ടികൾ അവരുടെ ഒരു ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് രക്ഷിതാവ് സ്വയം തീരുമാനിക്കുകയും ചെയ്യും. അവരുടെ കൽപ്പനകളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന കുട്ടികളാവാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യും. വടി മാറ്റിയാൽ കുട്ടികൾ വടക്കാവും എന്ന വിശ്വാസമുള്ളവരാണ് ഇത്തരം രക്ഷിതാക്കൾ. ഇവര് എപ്പോഴും കുട്ടികളെ അമിതമായി വിമർശിക്കുകയും കാരണം പറയാതെ ശിക്ഷിക്കുകയും ചെയ്യും. സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർ കുട്ടികൾക്ക് നൽകുക പോലുമില്ല. ഇതിൻ്റെ അനന്തരഫലങ്ങൾ. ഇത്തരം രക്ഷിതാക്കളുള്ള കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികളുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ കാണാറുണ്ട്. എന്നാൽ അവരുടെ സഹകരണ മനോഭാവത്തിൻ്റെ ശേഷി താഴ്ന്ന നിലയിലായിരിക്കും. അവർക്ക് ഉത്കണ്ഠകളൊന്നും സഹിക്കാൻ കഴിയാത്ത രീതിയായിരിക്കും. അവർ വളരെ ദുർബലരായിരിക്കും, വിഷാദ മനസ്സിനുടമയായിരിക്കും. അങ്ങനെ ഒരുപാട് അനന്തരഫലങ്ങൾ ഇതുകൊണ്ടുണ്ടാവാറുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും. ആളുകളുടെ ഇടയിൽ അവരിങ്ങനെ നാണിച്ചു കൊണ്ടിരിക്കും. മറ്റുള്ളവരുമായി ഇടപഴകാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾ പലപ്പോഴും നിഷേധികളായി മാറിയിരിക്കും. പ്രത്യേകിച്ചും കൗമാര കാലഘട്ടത്തിൽ എത്തുമ്പോൾ മാതാപിതാക്കളുമായി നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും മാതാപിതാക്കളുടെ ശാസനകളെ ലംഘിക്കുകയും ചെയ്യുന്നവരായിത്തീരുന്നു. അതുപോലെ ഈ കുട്ടികൾ ബോധപൂർവം രക്ഷിതാക്കളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കും. വീട്ടിൽ ഒരുമിച്ചുള്ള ഭക്ഷണം, യാത്രകൾ, വീട്ടിലെ ചർച്ചകൾ, വിനോദങ്ങൾ തുടങ്ങിയവയിൽ നിന്നൊക്കെ ഇവരിങ്ങനെ പിന്മാറും. അതുപോലെ കൃത്രിമവും കപടവുമായ അനുസരണയും ബഹുമാനവും കാണിക്കുന്നവരായിരിക്കും ഇവരെ ഈ പാരന്റിനെ പേടിച്ചിട്ട് കപടമായ അനുസരണയായിരിക്കും ഇവർ കാണിക്കുന്നത്. അതുപോലെ ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം. എനിക്ക് എന്തിനാണ് ഇവരിങ്ങനെ ഒരു ജന്മം നൽകിയത്? മരിച്ചാൽ മതിയായിരുന്നു, വീട് വിട്ടുപോയാൽ കൊള്ളാം എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളായിരിക്കും ഇവർ. അതുപോലെ മാതാപിതാക്കളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നിരന്തരം കളവ് പറയാൻ ശീലിക്കുന്നവരുമായിരിക്കും അവർ. അപ്പോൾ ഇത്തരം പാരന്റിങ് രീതിയിലൂടെ കർക്കശക്കാരായ രക്ഷിതാക്കൾ വാസ്തവത്തിൽ നല്ലൊരു നുണയന്മാരെയും സൃഷ്ടിക്കുന്നു എന്നർത്ഥം. കുട്ടികൾ സാമൂഹ്യപരമായ ശേഷിയില്ലാത്തവരും ആശയവിനിമയ ശേഷിയില്ലാത്തവരൊക്കെ ആയിത്തീരുന്നത് ഇത്തരം പാരന്റിങ് രീതിയിലൂടെയാണ്. കൂടാതെ ഇവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. നേതൃസ്ഥാനം നയിക്കാൻ പ്രാപ്തിയൊന്നും ഇല്ലാതെ ഇവർ ആയിത്തീരും. അതുപോലെ ഇവർക്ക് മാനസികാരോഗ്യം വളരെ കുറവായിരിക്കും.
ശാരീരികമോ ലൈംഗികമോ ഒക്കെ ആയ ചൂഷണത്തിനിരയായാൽ പോലും ഇവരുടെ രക്ഷിതാക്കളോട് പറയില്ല. അവരും രക്ഷിതാക്കളും അത്രയ്ക്കും വലിയൊരു ഡിസ്റ്റൻസ് അവിടെ വന്നിട്ടുണ്ടാവും. കാരണം അത്രയ്ക്കും ശിക്ഷ ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പാരൻറ്റിംഗ് ആണ് കർക്കശക്കാരായ പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ലാളിച്ച് വഷളാക്കുന്ന രക്ഷിതാക്കൾ, പെർമസീവ് പാരൻറ്റിംഗ് അല്ലെങ്കിൽ ജെല്ലി ഫിഷ് പാരൻറ്റിംഗ് എന്ന് പറയും. ജെല്ലി ഫിഷ് പാരൻറ്റിംഗ് പലപ്പോഴും വളരെ അനുവദനീയമായ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള നിയന്ത്രണമില്ലാത്ത പാരൻറ്റിംഗ് രീതിയാണ്. സമുദ്രത്തിലെ ജെല്ലി ഫിഷുകളെ പോലെ ഈ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾ ഒരു കാര്യത്തിലും ഇടപെടുകയില്ലെന്ന് മാത്രമല്ല, കുട്ടികൾക്ക് വളരെ സ്വാതന്ത്ര്യം നൽകുകയും വളരെ കുറഞ്ഞ മാർഗനിർദ്ദേശങ്ങളും അതിർവരമ്പുകളും ഒക്കെ കൊടുക്കുകയേ ചെയ്യുള്ളൂ. കുട്ടികളുടെ ഇഷ്ടം എന്താണോ അതങ്ങോട്ട് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം പാരൻസ് ചെയ്യുന്നത്. ഇത് കുട്ടിയുടെ വ്യക്തിത്വത്തെയും പ്രത്യേക സാഹചര്യങ്ങളെയൊക്കെ ആശ്രയിച്ച് ഈ സമീപനം അനുകൂലവും പ്രതികൂലവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത്തരം പാരൻറ്റിംഗ് രീതിയിൽ തങ്ങളുടെ കുട്ടികൾ സൽസ്വഭാവികളായാലും ശരി, മോശം സ്വഭാവം ഉള്ളവരായാലും ശരി, അവരെ പെരുമാറ്റത്തെ ഈ രക്ഷിതാക്കൾ അതുപോലെ അംഗീകരിക്കും. തെറ്റെന്താണ് ശരിയെന്താണ് എന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇവർ തയ്യാറാവില്ല. കാരണം കുട്ടി എന്താണോ പറയുന്നത് അതനുസരിക്കുന്ന രീതിയാണിത്. കുട്ടിയുടെ ആവശ്യം എത്ര വലുതായ തങ്ങളെക്കൊണ്ട് കഴിയുന്നതിലപ്പുറമായാലും ശരി, കുട്ടിയുടെ ആവശ്യം അവർ നിറവേറ്റി കൊടുക്കും. ഇത്തരം രക്ഷിതാക്കൾക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അതങ്ങോട്ട് കൊടുക്കും. അപ്പോൾ കുട്ടികൾ അച്ചടക്കം പാലിക്കും. അങ്ങനെയാണ് ഇവർക്ക് കുട്ടികളെ അച്ചടക്കത്തോടെ നിർത്താൻ കഴിയുക. ഇത് വലുതാവും തോറും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകും. കുട്ടിക്ക് യാതൊരു നിയന്ത്രണവും കൊടുക്കാതിരിക്കുമ്പോൾ കുട്ടി വലുതാവുമ്പോൾ രക്ഷിതാക്കളെ നിയന്ത്രിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതുകൊണ്ട് പക്വതയുള്ള പെരുമാറ്റത്തിനൊന്നും സാധിക്കുകയില്ല. ഇത്തരം പാരന്റിംഗ് കുട്ടികളിൽ ഉയർന്ന നിലവാരത്തിലുള്ള സർഗാത്മകത ഉണ്ടാക്കാൻ മാത്രമാണ് സഹായിക്കുന്നത്. ഇതിൻ്റെ അനന്തരഫലങ്ങൾ: ഇത്തരം രക്ഷിതാക്കളുടെ കുട്ടികൾ ആവേശമുള്ളവരും സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തവരും ആത്മനിയന്ത്രണമില്ലാത്തവരുമായിരിക്കും. പരസ്പരം എതിരിടാനും മറ്റുള്ളവരിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള പ്രവണതയൊക്കെ ഈ കുട്ടികളിൽ കാണാം. അതുപോലെ മാതാപിതാക്കൾ ഇവരുടെ മേൽ സ്ഥാപിക്കുന്ന ചെറിയ ചെറിയ നിയമങ്ങളെപ്പോലും ഭേദിക്കാൻ ഇവർ ശ്രമിക്കും. ഇതിൻ്റെ ഫലമായി ഭാവിയിൽ ഒരിക്കലും തെറ്റിൽ നിന്ന് ശരിയേക്ക് വരാൻ ഇവർക്ക് കഴിയില്ല. അതുപോലെ വലുതാകും തോറും ആവശ്യമുള്ളതെല്ലാം കൗശലം ഉപയോഗിച്ച് നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും ഇത്തരം രക്ഷിതാക്കളുടെ കുട്ടികൾ. അതുപോലെ മറ്റുള്ളവരുടെ വിഷമങ്ങളെ പറ്റിയോ മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം എന്നൊന്നും അറിയാത്തവരായിത്തീരും ഈ കുട്ടികൾ. സമൂഹത്തിന് വിരുദ്ധമായ പെരുമാറ്റമുള്ള ഈ കുട്ടികൾക്ക് സമൂഹത്തിലെ മോശമായ കാര്യങ്ങളെയും നല്ല കാര്യങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. അതിർവരമ്പുകളും നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത ഈ കുട്ടികൾ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരായിരിക്കും. അടുത്ത പാരൻറ്റിങ് ഉത്തമ രക്ഷിതാക്കൾ, അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ ഡോൾഫിൻ പാരൻറ്റിങ്. ഡോൾഫിൻ രക്ഷിതാവിന് പലപ്പോഴും ആധികാരിക സ്വഭാവമാണ്. ഡോൾഫിൻ്റെ ശരീരം പോലെ തന്നെ അവ ഉറച്ചതും എന്നാൽ വഴക്കമുള്ളതുമാണ് എന്ന് പറയാം. ഇത്തരം മാതാപിതാക്കൾക്ക് നിയമങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ട്. എന്നാൽ കുട്ടികളുടെ സർഗാത്മകതയും സ്വാതന്ത്ര്യത്തെയും വിലമതിക്കുകയും ചെയ്യും. അവർ സഹകരിച്ച് പ്രവർത്തിക്കുകയും കുട്ടികളെ വളർത്താൻ എപ്പോഴും മാർഗനിർദ്ദേശങ്ങളും റോൾ മോഡലിംഗും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും. ഇത്തരം മാതാപിതാക്കളുടെ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ അവരുടെ കുട്ടികൾ അനുകരിക്കുന്നു, അവർ ആഗ്രഹിക്കുന്നു. ഈ രക്ഷിതാക്കൾ കൂടുതലും സൗമ്യമായ ഇടപെടലുകളാണ് നടത്തുന്നത്. തങ്ങളുടെ കുട്ടികളിൽ ഉത്തരവാദിത്തമുള്ളവരും കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ശ്രദ്ധ നൽകാൻ മനസ്സ് കൊടുക്കുന്നവരൊക്കെ ആയിരിക്കും ഇവർ. മാത്രമല്ല എപ്പോഴും കുട്ടികൾക്ക് തന്നെയായിരിക്കും ഇവർ പ്രഥമ പരിഗണന നൽകുക. കുട്ടികളുടെ പ്രതീക്ഷകൾ സഫലീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ മാതാപിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കാത്തവരും പകരം അവരെ പരിപാലിക്കാൻ ക്ഷമയുള്ളവരുമായിരിക്കും. ഇങ്ങനെയുള്ള മാതാപിതാക്കൾ തെറ്റുകൾക്ക് ശിക്ഷിക്കുന്നതിന് പകരം ശിക്ഷണ രീതിയാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ ഗുണങ്ങൾ: കുട്ടികൾ കഴിവുള്ളവരും വിജയികളും സന്തോഷവാന്മാരുമായിരിക്കും. കുട്ടികൾ നല്ല മാനസികാരോഗ്യവും വൈകാരിക ബുദ്ധിയുള്ളവരുമായിരിക്കും. നല്ല ആത്മവിശ്വാസം,
ഈ കുട്ടികളിൽ എപ്പോഴും കാണപ്പെടുന്നു. ഇവർ സ്വന്തമായ കഴിവുകളിൽ വിശ്വാസമുള്ളവരും ഈ കഴിവുകൾ ഉപയോഗിച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രാപ്തിയുള്ളവരൊക്കെ ആയിരിക്കും. താരതമ്യേന നന്നായി നിയന്ത്രണശീലമുള്ളവരും സാമൂഹിക ശേഷിയുള്ളവരും വൈകാരിക നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നവരുമായിരിക്കും ഇവർ. ഇത്തരം രക്ഷിതാക്കളുടെ കുട്ടികൾ പ്രശ്നങ്ങൾ സ്വന്തമായി തീർക്കാൻ പ്രാപ്തിയുള്ളവരും ഇതിനായി മറ്റുള്ളവരെ ആശ്രയിക്കാത്തവരുമായിരിക്കും. അതുപോലെ ഇവരുടെ രക്ഷാകർതൃത്വം കുട്ടികളെ നല്ല വ്യക്തികളും ശ്രേഷ്ഠതയുള്ളവരും ജോലിക്കാരും നേതാക്കളും നല്ല ജീവിത പങ്കാളിയും ആക്കി തീർക്കും. അവഗണിക്കുന്ന രക്ഷിതാക്കൾ, നെഗ്ലക്ട്ഫുൾ പാരന്റിങ്. ഇത്തരം രക്ഷിതാക്കൾ കുട്ടികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനപ്പുറം മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധ ചെലുത്താത്തവരായിരിക്കും. അവരുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴും ഇവർ അകന്നു നിൽക്കുന്നവരായിരിക്കും. അപൂർവ സന്ദർഭങ്ങളിൽ കുട്ടികളുടെ ആവശ്യങ്ങളെ പോലും അവഗണിക്കുന്നവരോ നിഷേധിക്കുന്നവരോ ആയിരിക്കും ഇവർ. കുട്ടികളുമായിട്ട് കുറച്ച് സമയം മാത്രമേ ചിലവഴിക്കുള്ളൂ. ടി വി കാണാനും വീഡിയോ ഗെയിം കാണാനും കളിക്കാനും ഒക്കെ യഥേഷ്ടം സമയം അനുവദിച്ചു കൊടുക്കുന്ന പേരൻസാണ് ഇവർ. ഒരു ഉത്തരവാദിത്വ ബോധവും കുട്ടികളോട് കാണിക്കാതെ അവരുടെ ഇഷ്ടത്തിന് വിടുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ഇവരെ ശരിക്കും ഒന്നിനും കൊള്ളാത്ത കുട്ടികളാക്കി തീർക്കുകയാണ് ചെയ്യുക. ഇവരെങ്ങനെ അവഗണിക്കപ്പെടുമ്പോൾ അവർക്ക് മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു പാരൻറ്റിങ് രീതികളിൽ നിന്നൊക്കെ ഏതാണ് നല്ല പാരൻറ്റിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഫസ്റ്റ് പറഞ്ഞ കർക്കശക്കാരായ രക്ഷിതാക്കളുടെ മക്കൾ ചിലപ്പോൾ നല്ല കുട്ടികളായി മാറാറുണ്ട്. അതിന് കാരണം രക്ഷിതാക്കളിൽ ഒരാൾ, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ ഉത്തമനായ രക്ഷിതാവിൻ്റെ സ്വഭാവം കാണിക്കുന്ന ആളായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ നന്നായി വളർത്താനും ഭാവിയിൽ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ, സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ വളർത്താൻ സമൂഹത്തിൽ വലിയ സ്വാധീനവും വ്യക്തിത്വങ്ങളൊക്കെ ഉള്ള ആളുകൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ കുട്ടികളോട് സമയം ചെലവഴിക്കുന്നതിൽ പരാജയപ്പെടാറുണ്ട്. അപ്പോൾ തിരക്കുകളിൽ നിന്ന് വീണ് കിട്ടുന്ന ഒഴിവ് സമയം മാത്രമാണ് കുട്ടികൾക്കും കുടുംബത്തിനുമായി നാം നീക്കി വെക്കുന്നത്. നമ്മുടെ കുട്ടികളെ ലാളിക്കാനും പരിപാലിക്കാനും പ്രത്യേകം സമയം കണ്ടെത്തുകയും അവർക്കെല്ലാത്തിനും പ്രഥമ പരിഗണന നൽകുകയും വേണം. ഓരോ കുട്ടിയും നാളത്തെ തലമുറയാണ്. അതുകൊണ്ട് നല്ല ബുദ്ധിശക്തിയും സാമൂഹിക അവബോധവും നല്ല സ്വഭാവമുള്ളവരാക്കി അവരെ വളർത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.